ഹലോ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോകണതാണ്. സാധാരണ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാറില്ല, കാരണം തിരക്കായിരിക്കും. രാവിലെ ഒരു ഓട്ടോ ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ഇത്തിരി നേരത്തെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ബസ് 5 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ബസ്സിക്കാം. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കിനിടയിൽ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഓടിച്ചാടി ഇതാ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ബസ്സും ഇല്ല, ഒരു തേങ്ങയും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് വന്നത്. എനിക്കിങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കണ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമുണ്ടോ. ബസ് എന്നെ വെയിറ്റ് ചെയ്യണം, അതാണ് എൻ്റെ പോളിസി കേട്ടോ. അങ്ങനെ അതാ ഓടി ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ ഞാൻ എപ്പോഴും ഈ സൈഡ് സീറ്റിലായിരിക്കുള്ളൂ കേട്ടോ. അതിനൊരു വലിയ കാരണമുണ്ട്. എനിക്കിപ്പോൾ ഒടുക്കത്തെ മുടി കൊഴിച്ചിലാണ്. അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ വരാനായിട്ട് ഈ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ വരാറുണ്ടെന്ന് പറയാറില്ലേ. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ട് രാവിലത്തെ ഇളം വെയിലൊക്കെ കൊള്ളണം നല്ലതാണെന്ന് ഞാൻ എവിടെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഈ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരുമാതിരി വെയിലായി പോയിട്ടാ. സത്യം പറയാലോ, കരിഞ്ഞുണങ്ങിയെന്ന് തന്നെ പറയാം കേട്ടോ. ശരീരത്തിലുള്ള വൈറ്റമിനും കൂടി ഇല്ലാണ്ടായെന്ന് തന്നെ പറയാം. അങ്ങനെ ആ പാട്ടൊക്കെ കേട്ടുന്ന സ്റ്റോപ്പ് എത്തിയതും കൂടി ഞാൻ മറന്നു പോയിട്ടാ. പിന്നെ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഒരു ഓട്ടോ വരുന്ന കേട്ടോ. അപ്പോൾ നിമ്മി ചേച്ചി കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്കണതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്നുള്ള കേട്ടോ. അതല്ലെങ്കിൽ ഇതിലും കുറച്ച് വൈകിയാണ് ഞാൻ ഇറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ചെന്നിട്ട് പിന്നെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഒന്ന് ചെയ്യണമായിരുന്നു. ഇന്നാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഇന്നാണെങ്കിൽ ഒട്ടും തിരക്കും ഉണ്ടായിരുന്നില്ല, വർക്കും കുറവായിരുന്നു. പിന്നെ ആണെങ്കിൽ നിമ്മി ചേച്ചിയും ഇല്ല, ഷീന ചേച്ചിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ രശ്മി ചേച്ചിക്ക് ഒരു മുഖത്തോട് നോക്കിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ ചേച്ചിക്കും കുറേ പെയിൻറ്റിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചി ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറേക്കാളും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ എനിക്ക് അവർ ചെയ്ത വർക്കുകളൊക്കെ അപ്ലോഡ് ആയതോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ വർക്കെല്ലാം ചെയ്തതെല്ലാം അപ്ലോഡ് ആയോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ചിലവരുടെയൊക്കെ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ റീസൺ എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിട്ടോ. അപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ ആദ്യം കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറ ഓണാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നടന്നതൊന്നും ഓർമ്മയില്ല കേട്ടോ. നിങ്ങളെല്ലാവരെയും ഞാൻ മറന്നുപോയി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അവിടെ കുറച്ച് വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റണമായിരുന്നു. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കണമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് റീലൊക്കെ എടുത്തോട്ടെ. റീലെടുക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വോയിസ് റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും സമയം 5 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ വേഗം ഇറങ്ങി. പിന്നെ ഞാൻ എപ്പോഴും സ്നാക്സ് വാങ്ങുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ എപ്പോഴും കട്ട ചരക്കായിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് ഐറ്റമാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എന്ത് വാങ്ങിക്കുമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് മോളിവിടെ നിന്ന് ആലോചിക്കില്ല മാത്രം ഉണ്ടാവുള്ളൂ കേട്ടാന്ന്. അപ്പോൾ നെയ്യപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു ചാഞ്ചാട്ടം. പിന്നെ മുഖക്കുരു ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങോട്ട് സ്കിപ്പ് ചെയ്തേട്ടാ. പിന്നെ ഞാൻ കുറച്ച് കട്ട്ലേറ്റ്, മിട്രോൾ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ബസ്സിൽ കയറി. ബസ്സിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ബസ്സിൽ വെറുതെ തൂങ്ങി പിടിച്ചാണ് നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനധികം റിസ്ക് എടുത്തില്ല. അങ്ങനെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ ഹംസക്കയുടെ കടയിൽ നിന്ന് ഒരു 2-3 കടയും കൂടി വാങ്ങിച്ചു. കാരണം എപ്പോഴും ഞാൻ ഈ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണേ. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങിക്കാണ്ട് പോയാൽ അത് ഹംസക്കൊക്കെ വിഷമാവൂലേ. അങ്ങനെ കടയും വാങ്ങിച്ച് പിന്നെ 2-3 കപ്പലണ്ടി മിഠായി വാങ്ങിച്ചിട്ട് അത് ഇരിക്കാനുണ്ടപ്പോൾ എനിക്ക് മതി. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് അങ്ങനെ നടന്ന് മെല്ലി വരികയാണ്. അപ്പോൾ ഈ നടത്തം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നു കേട്ടോ. വിജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീണുവീലാറുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി വരുമ്പോഴാണ് ഇതാ സ്വപ്ന ചേച്ചി വീട്ടിൽ പിള്ളേരൊക്കെ ഇന്ന് അടിപൊളി ഡാൻസൊക്കെ കളിച്ച് തകർക്കാൻ കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ ചുന്തിരിമണി കുറുമ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഡാൻസൊക്കെ കളി അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു കഴിഞ്ഞ് അപ്പോൾ മോള് വന്ന് എന്നോട് എന്തൊക്കെയോ ഇരുന്ന് കുറുന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായി. ഞാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവളെയും കൂട്ടി തിരിച്ച് വീട്ടിൽ വന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ ഞാനിരുന്ന് പറയണുണ്ട് കേട്ടോ. അമ്മയോടാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സിനിമ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. നരിവേട്ടയായിരുന്നു. എനിക്ക് ഈ സിനിമ ഒന്നും മനസ്സിലായില്ല. കാരണം ഞാൻ ചെന്നപ്പോഴേക്കും സിനിമ പകുതിയായിരുന്നു. പിന്നെ ഓരോരുത്തരോട് സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നിരുന്നു. അവസാനം എൻ്റെ മോനെ എന്നോട് പറഞ്ഞ് ശല്യം ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഓടിച്ചിട്ടാ. അപ്പോൾ ഐശുവിനാണെങ്കിൽ ഇന്ന് നേരത്തെ ഉറക്കം വന്നില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് കള്ളക്കഥകളും കൊച്ചു വർത്താനവും പിന്നെ അവളായിട്ട് കുറച്ച് ഇറിറ്റേറ്റ് ചെയ്ത് അവളെ ദേഷ്യം പിടിപ്പിച്ച് കഴിയുമ്പോൾ അവളായിട്ട് തല്ലി പിടിക്കാനും
നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് ആൾ. പക്ഷേ എനിക്ക് നേരത്തെ ആൾ ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആൾ ഉറങ്ങുമ്പോൾ ഒരു 12 മണിയൊക്കെ ആവും എപ്പോഴും. അപ്പോൾ നേരത്തെ ഉറങ്ങിയപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു വിഷമോട്ടാ. എല്ലാ അമ്മമാർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. എഴുന്നേറ്റിരിക്കുമ്പോൾ തോന്നും വേഗം ഒന്ന് ഉറങ്ങിയാൽ മതി, എന്നാൽ ഉറങ്ങുമ്പോൾ തോന്നും അയ്യോ ഉറങ്ങണ്ടായിരുന്നു എന്ന് തോന്നുമല്ലേ. അങ്ങനെ പിന്നെ എനിക്ക് ടെസ്റ്റിനുള്ളത് കുറച്ച് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് അവൾ ഉറങ്ങുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അതിനിടയിൽ ഞാൻ ഫുഡും കഴിച്ചിട്ടോ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ.